വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. പാർട്ട് 2 ആണ്, കാരണം പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 എന്താണ് UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ് സിലബസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിനെ എങ്ങനെ കാണണം എന്നുള്ളതൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സിവിൽ സർവീസ് പ്രിലിംസിന് അതുപോലെ തന്നെ മെയിൻസിന് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അതിൽ ആദ്യം നമുക്ക് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജൂലൈയിൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ജൂലൈ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പ്രിലിംസ് കം മെയിൻസ് പ്രിപ്പറേഷൻ ആണ് നടത്തുക. അതായത് രണ്ടിനും ഒരുമിച്ചാണ് പ്രിപ്പറേഷൻ നടത്തുക. എന്നാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ജാനുവരി ഫസ്റ്റ് അല്ലെങ്കിൽ ജനുവരി പകുതി ആയി കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പ്രിലിംസിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രിലിംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ നോക്കാം. ഓക്കെ, പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് സിലബസ് ആണ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രിലിം സിലബസ് നോക്കിയാൽ അതിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ സിലബസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വായിച്ചോണ്ടേ ഇരിക്കണം. എന്നാലേ നമുക്ക് ഈ സിലബസ് വെച്ചിട്ടേ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും, എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് PYQ എന്ന് പറയുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. PYQ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടന്റ്, അതുപോലെ തന്നെ ഫോക്കസ് ഓൺ മേജർ ടോപ്പിക്സ്. അതായത് ഇപ്പം ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ലാസ്റ്റ് ഔട്ടായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ, എക്സാമിന്റെ അടുത്തായിട്ട് തുടങ്ങിയ ഒരാളാണെങ്കിൽ സിലബസും PYQ എടുത്തിട്ട് നന്നായിട്ട് അതിനെ അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ഏരിയ ആണ് അൺഇമ്പോർട്ടന്റ്, ഏതൊക്കെ ഏരിയ നമുക്ക് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ ലൈക്ക് PYQ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പൊളിറ്റിന്റെ PYQ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പൊളിറ്റി ലക്ഷ്മികാന്തിൽ നമുക്ക് നമ്മളൊരു ചാപ്റ്റർ ഉണ്ട്, അതായത് പാർലമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ എല്ലാ വർഷവും PYQയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ PYQ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെ ഓരോ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നൊക്കെ മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം സിലബസ് നന്നായിട്ട് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കൽ റീഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ മാറ്റി വെക്കരുത്, റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സിലബസ് നമ്മൾ പഠിക്കണം. അതുപോലെ PYQ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മള് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ PYQ നല്ലോണം എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതാണ് ഓൾറെഡി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇത് PYQ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതാക്കുന്നതിന് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഒട്ടും അറിയാത്ത ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് PYQയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മേജർ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏത് ഭാഗമാണ് കൂടുതലായിട്ട് UPSCക്ക് ഇഷ്ടമുള്ള ഏരിയ, ആ ഏരിയ ഒക്കെ നമുക്ക് ചെയ്യാം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ടൈം എടുത്തിട്ട് അത് തീർക്കാൻ പറ്റും. അതുപോലെ പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് UPSC പ്രിപ്പറേഷന്റെ. നമ്മളത് തീർച്ചയായും ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരിക്കലും നമ്മൾ UPSC ആയിട്ട് അത് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ടെസ്റ്റസ് നടത്തുന്നുണ്ട്, പക്ഷേ ആ ടെസ്റ്റസ് ഒക്കെ UPSCയുടെ സ്റ്റാൻഡേർഡ് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഭയങ്കര ടഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ കിട്ടുന്ന മാർക്ക് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ സാറന്മാരെ ഫ്രണ്ട്സസ് ഉണ്ട്. അതിൽ ഒരാള് നന്നായിട്ട് ടെസ്റ്റ് സീരീസിലൊക്കെ സ്കോർ ചെയ്യും, അതായത് 150+ ഒക്കെ സ്കോർ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ വേറെ ഒരാളുണ്ട് ഒരു 20-30 ഒക്കെ സ്കോർ ചെയ്യുന്നുള്ളൂ, 200-ൽ 20-30 ഒക്കെ സ്കോർ ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ അയാൾക്ക് ഈ 20-30 വാങ്ങിച്ച ആള് ക്വാളിഫൈ ചെയ്യുകയും ഈ 150+ വാങ്ങിച്ച ആള് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിന്റെ മാർക്സ് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ്, അതുപോലത്തെ ടൈം മാനേജ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ പഠിച്ചത് കറക്റ്റ് ആണോ, അതായത് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ മാർക്ക് നോക്കിയിട്ട് നമ്മൾ പാസ് ആവില്ല, നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പാടില്ല. അതായത് അത്ര ഇമ്പോർട്ടൻസേ ഈ ടെസ്റ്റ് സീരീസിന് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യണം, പക്ഷെങ്കിൽ അത്ര ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഔട്ട് ആവുന്നതിന് PYQ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക. കാരണം PYQയും ടെസ്റ്റ് സീരീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എക്സാമിന്റെ അടുത്തോട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ടെസ്റ്റ് സീരീസ് സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെങ്കിൽ PYQനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് PYQ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
അപ്പൊ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസും UPSന്റെ പാറ്റേൺസ് കിട്ടും. UPSന്റെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് PYK നോക്കിയാൽ മാത്രമേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. കറണ്ട് അഫയേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്, വേറെ സോഴ്സ് ഒന്നുമല്ല. മെയിൻലി ന്യൂസ് പേപ്പറാണ്. ഇനി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇനഫ്. ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, ചിലപ്പം 2 hours ഒക്കെ എടുക്കും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നീട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, അൺഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, അവരൊരു മാക്സിമം 1 hourന്റെ ഉള്ളിൽ പേപ്പർ റീഡിങ് തീർക്കാൻ നോക്കുക. പിന്നെ പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ വായിച്ചു തീർക്കലല്ല. പേപ്പർ റീഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു ന്യൂസ് കണ്ടാൽ ആ ന്യൂസ് എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിന്റെ ചാലഞ്ചസ് എന്താണ്, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ചാലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു 360 ഡിഗ്രിയിൽ ആ ഒരു ടോപ്പിക് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ പറഞ്ഞു. ഇനി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇന്ന ഫൈറ്റിലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മന്ത്ലി മാഗസിൻസ്. രാവുസിന്റെ വിഷൻ ഉണ്ട്, അതുപോലെ ഇൻസൈറ്റ് ഉണ്ട്, ദൃഷ്ടി ഉണ്ട്, അങ്ങനെ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്, എല്ലാം എടുക്കാൻ നിൽക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മാഗസിൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, ഒരു 80% സിമിലർ ആയിരിക്കും. അതിൽ കുറച്ച് മാറ്റങ്ങളെ ഉണ്ടാവും. എന്നാൽ ഒരു കാരണവശാലും ഒരുപാട് ഒന്നിൽ റിലേ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഇതിലേക്ക് മാറാൻ പോകാൻ പാടില്ല. ഒന്നുകിൽ വിഷൻ IAS, അല്ലെങ്കിൽ ഇൻസൈറ്റ്, അല്ലെങ്കിൽ റാവുസ്, ഏതെങ്കിലും ഒന്ന്. അത് ഏതാണ് നല്ലതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഏത് മാഗസിനാണ് നല്ലതെന്ന്. എല്ലാ മാഗസിനും നല്ല തന്നെയാണ്. അത് ഓരോ ആൾക്കും ഓരോന്നേ പറ്റുകയുള്ളൂ. അതായത് അതിന് എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇപ്പൊ 3 കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ആണെങ്കിൽ ആ 3 എടുത്തിട്ട് ജസ്റ്റ് ഒരു 5 to 10 പേജ് ആ 3 വായിക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ വായിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് ചൂസ് ചെയ്യുക, അതിലൊന്ന് സ്റ്റിക്ക് ഔൺ ചെയ്യാം. വേറെ അതിലേക്ക് മാറാനോ വേറെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് വായിക്കാനോ പോകാൻ നിൽക്കണ്ട. ഇത്രയും കറണ്ട് അഫയേഴ്സേ വേണ്ടു. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എനഫ്. അതുപോലെ ഇനി സിസാറ്റ് കാര്യങ്ങൾ ഒരുപാട് പേര് എന്ത് ചെയ്യും, സിസാറ്റ് അങ്ങനെ ഒഴിവാക്കി വിടും. അതായത് അതൊക്കെ എങ്ങനെയാലും പാസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ സിസാറ്റിലാണ് ആൾക്കാർ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സിസാറ്റ് എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട്. ഇപ്പൊ മാത്സിലൊക്കെ ഭയങ്കര അഗ്രഗണ്യൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെങ്കിൽ എന്താണ്, ഒരു കാരണവശാലും നമ്മൾ പ്രാക്ടീസ് മുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും സിസാറ്റ് പാസ്സാകാൻ പറ്റില്ല. ഒരിക്കലല്ല, ഒരു 90% പറ്റില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഏകദേശം പെർ ഡേ എന്താണ്, ഇതിന്റെ സിസാറ്റിന്റെ എക്സാംസ് നടക്കുന്നത് 2:30 to 4:30 ആണ്. അപ്പം ഏകദേശം ആ സമയത്തിന് എടുത്തിട്ട് 1 to 2 hours എന്ത് ചെയ്യണം, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. സിസാറ്റ് പ്രാക്ടീസ് ചെയ്യാം. മാത്സ് ആയാലും അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ആയാലും ശരി, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. മുടങ്ങാത്ത രീതിയിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതൊക്കെയാണ് പ്രിലിംസിന് വേണ്ട കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് പ്രിലിംസിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രിലിംസ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, അത് വേറൊരു മുഖ്യമായ കാര്യമാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ എന്താണ്, പാസ്സായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പഠിക്കുന്ന സമയം കാര്യങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ സബ്ജക്ട് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് തീർക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് നമ്മൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, ഫുള്ളി ഇരിക്കേണ്ടത്. ആ സമയത്ത് എന്ത് ചെയ്യണം, ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് തീർക്കും. ചില ആൾക്കാരുണ്ട് 2 സബ്ജക്ട് ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് തീർന്നിട്ട് മാത്രം അടുത്ത സബ്ജക്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ സബ്ജക്ട് കഴിയുന്നതിനും ടെസ്റ്റ് സീരീസ് ചെയ്യാൻ നോക്കുക. ആ സബ്ജക്റ്റിന്റെ ടെസ്റ്റ് സീരീസ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. ഒരു കാരണവശാലും ടെസ്റ്റ് സീരീസ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് സ്ട്രാറ്റജിയിൽ വരുന്നത്. സിലബസ് റീഡിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. ഞാൻ ഓൾറെഡി പ്രിലിംസിലും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസ് എന്താണ്, റിപ്പീറ്റ് ചെയ്തിട്ട് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ സിലബസ് ഇതിന്റെ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് സിലബസ് ആൻഡ് PYQ എടുത്തിട്ട് എന്ത് ചെയ്യണം, മെയിൻസിന്റെ നോട്ട് മേക്ക് ചെയ്യണം. ഓക്കെ, വെറും പ്രിലിംസിന് നമ്മൾ എന്താണ് ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചാൽ മതി. പക്ഷെങ്കിൽ മെയിൻസിനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് ഉണ്ടാക്കി തന്നെയാണ്. നമ്മളെ സെൽഫ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് തന്നെ നമുക്ക് വേണം. ആ നോട്ട് അത് ഡിജിറ്റലി ആകും, അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആകും. അത് ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. പക്ഷെ എന്താണ്, ഒരു നോട്ട് വേണം. അതിനുശേഷം ആ നോട്ട് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് ഒരു 10 to 20 പേജിന്റെ ഉള്ളിൽ ഒരു ഷോർട്ട് നോട്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട്
നല്ലത്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് UPSC ക്രാക്ക് ചെയ്യാനുള്ള കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് റിവിഷൻ ആണ്. കൺസിസ്റ്റൻസി ആവുകയും ചെയ്യണം, അതുപോലെ തന്നെ റിവിഷൻ വേണം. എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റിവൈസ് ചെയ്യണം. അല്ലാതെ 10 ബുക്ക് ഒരു സബ്ജക്റ്റിന് വേണ്ടി, ഇപ്പം പൊളിറ്റി അല്ലെങ്കിൽ എക്കണോമി ആവട്ടെ അല്ലെങ്കിൽ ജോഗ്രഫി ഹിസ്റ്ററി ഏതും ആവട്ടെ, അതിന് ഒരു ബുക്ക് എന്ന രീതിയിൽ പോകണം. അല്ലാതെ 10 ബുക്ക് റീഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ബുക്ക് 10 തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി ഒരു ബുക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു സബ്ജക്റ്റിന് ഒരു ബുക്ക് എന്ന രീതിയിൽ പോകാൻ ശ്രമിക്കുക. ഓക്കെ, ബുക്സിന്റെ ഡീറ്റെയിൽസും ഏത് ബുക്സ് നോക്കണം, ഏതാണ് നല്ല ബുക്സ് എന്നൊക്കെയുള്ള കാര്യം അടുത്തൊരു വീഡിയോയിൽ ഞാൻ അത് പറയുന്നതായിരിക്കും. ഏതൊക്കെ റിസോഴ്സസ്, ഏതൊക്കെ മെറ്റീരിയൽസ് നോക്കണം എന്നൊക്കെ. ഓക്കെ, ഇനി ഡോണ്ട് മിസ് ഔട്ട് ദി കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക, അതിനെ നന്നായിട്ട് ഫോളോ ചെയ്യുക, പേപ്പർ വായിക്കുക, അതുപോലെ തന്നെ നോട്ട്സ് എഴുതാൻ പറ്റുമെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. അതൊക്കെ നമ്മളെ ടൈം വെച്ചിട്ട്, നമുക്ക് ടൈം ഉണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ, ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും, അതായത് നോട്ട്സ് ഉണ്ടാക്കുക, കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കുക. ഇനി നോട്ട്സ് ഉണ്ടാക്കണം നിർബന്ധമില്ല, കാരണം മന്ത്ലി മാഗസിൻ ഉണ്ട്, അത് നോക്കിയാലും മതി. ഏതായാലും എന്താണ്, ഒരു നോട്ടോ അല്ലെങ്കിൽ മന്ത്ലി മാഗസിൻസോ എന്ത് വേണമെങ്കിലും നോക്കാം. അതുപോലെ ന്യൂസ് പേപ്പർ മിസ് ചെയ്യാൻ പാടില്ല. ഇനി റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. റൈറ്റിംഗ് പ്രാക്ടീസ് എല്ലാവരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അധികം പേരും പറയും ആൻസർ റൈറ്റിംഗ് ഒക്കെ എന്താണ്, കുറച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റില്ല. കാരണം ഇത് തീർന്നിട്ട് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എന്താ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, നമുക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ള കാര്യം. എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു PYQ എടുക്കുക, PYQ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു 5 മിനിറ്റ്സ്. എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും കിട്ടുന്നില്ല, ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇപ്പം ഫുഡ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ, ഇതിന്റെ ആ ക്വസ്റ്റ്യന്റെ തീം എടുക്കാം. തീം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ, ഇതാണ് തീം. അപ്പൊ എന്താണ്, ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുക. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുക, ഇൻഫ്ലേഷന്റെ കോസസ് എന്താണ്, അതുപോലെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിനെ കൊണ്ടുള്ള പ്രോബ്ലംസ്, ചാലഞ്ചസ് എന്താണ്, അത് ഓവർകം ചെയ്യാനുള്ള ചാലഞ്ചസ് എന്താണ്. അങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷനിൽ അതിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. നമുക്ക് അതിനുള്ള ഉത്തരം എഴുതാൻ പറ്റാനുള്ള സാധ്യത 90% കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് റിഫോം. ലാൻഡ് റിഫോം എന്ന് പറയുന്നതാണ് ഇതിന്റെ കീ വേർഡ്. അപ്പൊ ലാൻഡ് റിഫോം, എന്തിനാണ് ലാൻഡ് റിഫോം ഉണ്ടായത്, ഇതെങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്, അതുപോലെ തന്നെ ലാൻഡ് റിഫോമിന്റെ ചലഞ്ചസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സിഗ്നിഫിക്കൻസ് എന്താണ്, ഇമ്പാക്ട് എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ, എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതെന്നുള്ളതാണ് അതിന്റെ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു ലാൻഡ് റിഫോംസ് സക്സസ്ഫുൾ ആകാനുള്ള കാരണം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ ആദ്യം അങ്ങനെ എഴുതി കളിക്കുക, അങ്ങനെ എഴുതി ശരിയാക്കാം 1-2 ക്വസ്റ്റ്യൻസ്. പിന്നെ ഓരോ മാസം കഴിയുന്നതിന് എന്താണ്, ഇതിന്റെ എഴുതേണ്ട എണ്ണം കൂട്ടാം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഈ തീംസ് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എന്താ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ആകും. ഓക്കെ, അതുകൊണ്ട് ആൻസർ റൈറ്റിംഗ് ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ആൻസർ റൈറ്റിംഗ് ഡെയിലി ബേസിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ GS മെയിൻസിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമാണ് ഓപ്ഷണൽ എന്ന് പറയുന്നത്. ഓപ്ഷണലിന് ഒന്നെങ്കിൽ എന്താണ്, ഫുൾ ഡേ ചില ആൾക്കാരുണ്ട്, അത് ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജിയാണ്, ഓരോ ആൾക്കാർ പഠിക്കുന്ന രീതിയായിരിക്കും. അത് നമുക്ക് ഏതാണോ ഫിസിബിൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ ഡെയിലി ഈ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ടൈം ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്താ, ഓപ്ഷണലിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഓപ്ഷണൽ തീർക്കും എന്നൊരു പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയും പോവാം. അത് നമ്മളെ ചോയ്സ് ആണ്. പക്ഷെങ്കിൽ എന്താണ്, ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷണൽസ് ഒരു 70 to 80% ക്ലിയർ ആക്കി വെക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഇപ്പം ഇത് നവംബർ ആണ്, ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല. അത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം പ്രിലിംസ് കഴിഞ്ഞാൽ ഒരു 3 മാസം ഉണ്ട്, ആ 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. എന്നാൽ സമയമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും എന്താണ്, ആ 3 മാസം പ്രിലിംസ് കഴിഞ്ഞിട്ട്, പ്രിലിംസ് മെയ്യിലാണ് അധികം ഉണ്ടാവുക, മെയ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് നമ്മുടെ മെയിൻസ് ഉണ്ടാവുക. ഒരു കാരണവശാലും ആ ഒരു 3 മാസത്തേക്കുള്ള ഗ്യാപ്പിലേക്ക് ഇതൊരിക്കലും വെക്കാൻ പാടില്ല. ആ സമയത്ത് പരമാവധി റിവൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ നിൽക്കുക. അതായത് ഡിസംബർ ജാനുവരി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അതായത് ഓപ്ഷണൽ ആവട്ടെ, ബാക്കിയുള്ള GS ആവട്ടെ. ഇനി എസ്സേന്റെ കാര്യം എടുക്കാം. എസ്സേ പേപ്പറിൽ എന്ത് ചെയ്യണം, വീക്ക്ലി ഒരു എസ്സേ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതിക്കൊണ്ടിരിക്കണം, എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് എന്താ ഡിഫറെന്റ് ഡയമെൻഷൻസിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻസും അതുപോലെ പ്രിലിംസിന്റെയും പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.